തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയുടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിവിൽ. അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമനാണ് ഒളിവിൽ പോയത്. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. അതേസമയം പ്രേമൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് സൂചന. എം മനോജ് ഉണ്ട്. മനോജ്, പോലീസിന് തന്നെ ആകെ നാണക്കേടായ സംഭവമായിരുന്നു ഈ പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ സസ്പെൻഡ് ചെയ്തു ഈ ഉദ്യോഗസ്ഥനെ. പിന്നീട് കേസ് എടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് പോലീസ് നൽകുന്ന വിവരം? രജനി, ഈ പ്രേമനെതിരെയുള്ള നടപടിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒളിവിൽ പോകുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗിക അതിക്രമം നടത്തിയതിന് പിന്നാലെ ഈ അക്കാദമി ഡയറക്ടർ തന്നെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നാലെ വിയ്യൂർ പോലീസാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനും സ്ത്രീത്വത്തെ അപമാനിക്കലിനും ഒക്കെ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തത്. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോകുന്നത്. അതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. ഈ മാസം 17, 22 തീയതികളിലായാണ് ഈ ലൈംഗിക അതിക്രമം നടത്തുകയും അതുപോലെ തന്നെ അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്ന് ഇത്തരത്തിലൊരു പരാതി പോകുന്നത്. വനിതാ ഉദ്യോഗസ്ഥ എതിർത്തിട്ടും ഈ അതിക്രമം ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും ഡയറക്ടർക്കും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും നൽകിയ പരാതിയിലായിരുന്നു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഈ ആഭ്യന്തര അന്വേഷണത്തിൽ പരാതി ശരിയെന്ന് ഈ ഡയറക്ടർ തന്നെ, അക്കാദമി ഡയറക്ടറായിട്ടുള്ള ADGP P. വിജയൻ തന്നെ കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് സസ്പെൻഷൻ. ഈ ഓഫീസ് കമാൻഡന്റിന്റെ നടപടി സേനയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്നതാണെന്നും അതുപോലെ തന്നെ ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തലുകളൊക്കെ അതീവ ഗുരുതരമാണെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായത്. പിന്നാലെയാണ് ഈ പ്രേമൻ കടന്നപ്പള്ളി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ ഒളിവിൽ പോകുന്നത്. എന്തായാലും ഇയാൾക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ മുൻകൂർ ജാമ്യത്തിന് ഇയാൾ ശ്രമം നടത്തുന്നതായും ഒരു വിവരമുണ്ട്. രജനി, തൃശൂർ പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമം സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ ഒളിവിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.